സംസ്ഥാനത്ത് ഇക്കുറി കാലവർഷം നേരത്തെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം കുസാറ്റിലെ അറ്റ്മോസ്ഫിയറിക് സയൻസിൻ്റെ അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ എസ് അഭിലാഷ് ചേരുന്നു. സാർ, ഇക്കുറി കാലവർഷം നേരത്തെ എത്തി, അതിലുപരിയായിട്ട് ശക്തമായ കാറ്റ് വൈകുന്നേരങ്ങളിൽ അനുഭവപ്പെടുന്നു. എന്താണ് ഇപ്രാവശ്യത്തെ ഒരു കാലാവസ്ഥയുടെ ഒരു മാറ്റം? നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളിലും ഒരു 8-9 ദിവസം മുന്നേ മൺസൂൺ കേരളത്തിലെത്തിയ സാഹചര്യമാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് അറബിക്കടലിലൊരു ന്യൂനമർദ്ദം ഉണ്ടായിരുന്നു, അത് ഡിപ്രഷനായി. അത് ഏകദേശം ഇപ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ അതിനോട് അനുബന്ധിച്ച് ഇപ്പം ബംഗാൾ ഉൾക്കടലിലും പുതിയൊരു ന്യൂനമർദ്ദ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പശ്ചിമ കാറ്റ്, അതായത് പടിഞ്ഞാറൻ കാറ്റ് കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അത് 50 മണിക്കൂറിൽ 50 കിലോമീറ്ററിന് മുകളിലൊക്കെ വേഗത്തിൽ വീശുന്ന തരത്തിലേക്ക് കാറ്റിൻ്റെ സ്പീഡ് മാറി. മഴയോടൊപ്പം തന്നെ താഴോട്ട് വരുന്ന ഒരു ശക്തിയേറിയ ഒരു 60 കിലോമീറ്റർ 70 കിലോമീറ്റർ വരെയൊക്കെ പോകാൻ സാധ്യതയുള്ള ടൈപ്പ് കാറ്റും മേഘങ്ങളിൽ നിന്ന് താഴോട്ടും വരുന്നുണ്ട്. അപ്പം ആ കാറ്റൂടെ വരുന്നതുകൊണ്ടാണ് പൊതുവെ വ്യാപകമായിട്ട് എല്ലാ പ്രദേശത്തും കാറ്റിൻ്റെ കൂടി ഒരു രൂക്ഷത നമ്മൾ അനുഭവപ്പെടുന്നത്. മൺസൂൺ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് മാത്രം വീശുന്ന കാറ്റാണ്, ഒരു ഡയറക്ഷനിൽ വീശുന്നതാണ്. പക്ഷേ ഈ മേഘങ്ങൾക്കുള്ളിൽ നിന്ന് വരുന്ന കാറ്റ് താഴെ എത്തിയതിന് ശേഷം സ്പ്രെഡ് ചെയ്ത് പോകുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ മരങ്ങൾക്കും അതുപോലെ തന്നെ പോസ്റ്റുകൾക്കും ഒക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ കാലവർഷത്തിൻ്റെ എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുക്കണം എന്ന നിർദ്ദേശം തന്നെയാണ് ഡോക്ടർ അഭിലാഷും പങ്കുവയ്ക്കുന്നത്. വേണുവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.